പല ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്ന ഒരു സംഗതി ടേപ്പ് ഒട്ടിച്ച് കിടക്കുക. വാ തുറന്ന് വെച്ച് ഇറങ്ങുന്ന ആൾക്ക് ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അയാൾ വാ തുറന്ന് ഉറങ്ങത്തില്ല. നമ്മൾ വാ തുറന്ന് ഉറങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ കൂർക്കം വലിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കൂർക്കം വലിക്കുന്നതും വാ തുറന്ന് ഉറങ്ങുന്നതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഒരു ഹാബിറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട നമ്മൾ ചെറുപ്പത്തിൽ ചിലപ്പോൾ വാ തുറന്ന് ഉറങ്ങാൻ തുടങ്ങും. കാരണം എന്താ, കുട്ടികൾക്ക് അവർക്ക് എന്തെങ്കിലും മൂക്കിന് പ്രശ്നം പാലമ്പലവോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ചെറുപ്പത്തിൽ അവർക്ക് അഡിനോയിഡിന്റെ വലുതായതുകൊണ്ട് അവർക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. അങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ, അവരുടെ റെസ്പിറേറ്ററി ചെറിയൊരു ഒബ്സ്ട്രക്ഷൻ വരുമ്പോഴാണ് വാ തുറന്ന് വെച്ച് ഉറങ്ങുന്നത്. വാ തുറന്ന് വെച്ച് ഉറങ്ങുമ്പോൾ നല്ലോണം ശ്വാസം എടുക്കാൻ പറ്റും. പിന്നീടാണ് അതൊരു കൂർക്കം വലിയിലേക്ക് വലുതാവും മാറുന്നത്. അപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ ആ ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്താൽ ഭാവിയിൽ അവർക്ക് ഈ വാ തുറന്ന് വെച്ചുറങ്ങുന്ന ശീലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേസമയം നമ്മൾ ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ടേപ്പ് ഒട്ടിച്ചു വെക്കുക. അപ്പൊ ആ രോഗിക്ക് ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു ഫോഴ്സ്ഫുള്ളി അത് ലിമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ലിമിറ്റ് ചെയ്യരുത്. ടേപ്പ് ഒട്ടിക്കാം, പക്ഷെ അതിന് മുമ്പ് ഇപ്പോൾ വലിയ ആളുകളാണെങ്കിൽ അവരുടെ സ്റ്റഡി ചെയ്യണം, സ്ലീപ്പ് സ്റ്റഡി ചെയ്യണം. അവർ ഉറങ്ങുമ്പോൾ എങ്ങനെയാണ്. ഇപ്പൊ ചില ആളുകൾക്ക്, ചെറിയ ഇതുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ടേപ്പ് ഒക്കെ ഒട്ടിച്ച് ചെയ്യാം. അതേസമയം അതൊരു ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ സിൻഡ്രോം ഒക്കെ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ആൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാവുകയും ഹൈപ്പോക്സിയയിലേക്ക് പോവുകയും ചെയ്യും. വേഗം ഡെത്ത് വരെ സംഭവിക്കാം. പ്രോപ്പർലി ഒരു ഡോക്ടറെ കണ്ട് നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഈ ടേപ്പ് ഒട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ.